മഹാകവി അക്കിത്തത്തിൻ്റെ വിഷുക്കവിതകളിൽ വ്യത്യസ്തമായ ഒരു രചനയാണ് വിഷുപ്രമോദം എന്ന പേരിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് പോയകാല വിഷുദിനങ്ങളെയും സമകാല വിഷുദിനങ്ങളെയും താരതമ്യം ചെയ്യുന്ന ഒരു ഘടനയാണ് ഈ രചനയ്ക്കുള്ളത്. ഓർമ്മയുണ്ടോ പൂത്ത കൊന്നക്കാടുകളിൽ പൂക്കുവെയിലത്ത് ഓടിച്ചാടി പൂവറുത്ത സുവർണകാലം? ഓർമ്മയുണ്ടോ പൂത്ത കൊന്നക്കാടുകളിൽ പൂക്കുവെയിലത്തോടിച്ചാടി പൂവറുത്ത സുവർണകാലം? എത്ര മത്താപ്പെത്ര ചീനപ്പടക്കവും പൂത്തിരിയും കത്തിയില്ല കൗമാരത്തിൻ ചങ്ങാതിക്കൂറിൽ. എത്ര മത്താപ്പെത്ര ചീനപ്പടക്കവും പൂത്തിരിയും കത്തിയില്ല കൗമാരത്തിൻ ചങ്ങാതിക്കൂറിൽ. അന്നു വീരൽ പൊള്ളിയ നിൻ കരച്ചിലിനുമ്മ നൽകി നിന്നെ ചിരിപ്പിച്ചവനെ മറന്നുപോയോ? അന്ന് വിരൽ പൊള്ളിയ നിൻ കരച്ചിലിനുമ്മ നൽകി നിന്നെ ചിരിപ്പിച്ചവനെ മറന്നുപോയോ? ചെന്താമരക്കാലടിയിൽ തറഞ്ഞ മുള്ളൊരിക്കൽ ഞാൻ ദന്തച്ചവണ കൊണ്ടല്ലി പറിച്ചു തന്നു. ചെന്താമരക്കാലടിയിൽ തറഞ്ഞ മുള്ള് ഒരിക്കൽ ഞാൻ ദന്തച്ചവണ കൊണ്ടല്ലി പറിച്ചു തന്നു. ആരോടാണി ചോദ്യമെല്ലാം? നാഗപ്പൂരോ ജയപ്പൂരോ വേറെ എങ്ങാണ്ടോ നിൻ സൗമ്യമുഖം ഇന്നാവോ? ആരോടാണി ചോദ്യമെല്ലാം? നാഗപ്പൂരോ ജയപ്പൂരോ വേറെ എങ്ങാണ്ടോ നിൻ സൗമ്യമുഖമിന്നാവോ? പട്ടണത്തിൽ നിന്നു വന്നിട്ടെൻ്റെ മൗനം ബസ്സിറങ്ങി കട്ടവിണ്ട വയലിലൂടുലാത്തിയിടുന്നു. വേലിക്കൽ സുവർണഹാരഭൂഷിതയായി ത്രിസന്ധ്യതൻ ആലവാലത്തിലെ കൊന്ന ചിരിച്ചു നിൽപ്പൂ. വേലിക്കൽ സുവർണഹാരഭൂഷിതയായി ത്രിസന്ധ്യതൻ ആലവാലത്തിലെ കൊന്ന ചിരിച്ചു നിൽപ്പൂ. ഇന്നലെ പുതുമഴയ്ക്ക് പുരാതന ഭൂമിയിൽ നിന്നുന്നമിച്ച പരിമളം തുടിപ്പൂ നീളെ. ഇന്നലെ പുതുമഴയ്ക്ക് പുരാതന ഭൂമിയിൽ നിന്നുന്നമിച്ച പരിമളം തുടിപ്പൂ നീളെ. പോയ വിഷുപ്രമോദങ്ങൾ ഓടിവന്നീ മുഹൂർത്തത്തിൽ വായുവിനെ പുണരുന്നതെന്തിനാണാവോ? പോയ വിഷുപ്രമോദങ്ങൾ ഓടിവന്നീ മുഹൂർത്തത്തിൽ വായുവിനെ പുണരുന്നതെന്തിനാണാവോ? ആരോടെന്നില്ലാതെ ചോദ്യം പൊന്തിയതു പൊറുത്താലും ദൂരത്തുള്ള മേൽവിലാസമില്ലാത്തവളെ. ആരോടെന്നില്ലാതെ ചോദ്യം പൊന്തിയതു പൊറുത്താലും ദൂരത്തുള്ള മേൽവിലാസമില്ലാത്തവളെ. അമ്മയായി അമ്മൂമ്മയായി ധന്യതയിൽ പുലർന്നാവൂ ആയിരം പൂർണിമയിൽ നിൻമുഖപ്രസാദം. അമ്മയായി അമ്മൂമ്മയായി ധന്യതയിൽ പുലർന്നാവൂ ആയിരം പൂർണിമയിൽ നിൻമുഖപ്രസാദം. അങ്ങയുടെ ബാല്യകാലത്തെ ഈ വിഷു കണി ദർശനം എന്ന് പറയുന്നത് എത്രത്തോളം അത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ അത് എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു? കുടുംബത്തിലെ എല്ലാ ആളുകളും പ്രായമായ ആളുകളടക്കം കണി കണ്ടിരുന്നു. ആദ്യം കുടുംബനാഥൻ ആണ് ഇതിനെ കണ്ണ് തുറക്കാതെ പറ്റില്ലല്ലോ. കുടുംബനാഥ, അമ്മ, ഇവർ രണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ എത്രയും കണ്ണ് തുറക്കാൻ പറ്റില്ല.
പിന്നെ കുട്ടികളൊന്നും കണ്ണ് വിഴിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ആദ്യകാലത്തെ. പക്ഷെ പിന്നെ കുറച്ച് പ്രായമായപ്പോൾ 4-5 വയസ്സൊക്കെ അച്ഛൻ്റെ കൂടെ തലേ ദിവസം ഷാരീഖിൽ അമ്പലത്തിൽ പോയി കിടക്കും. എന്നിട്ട് വിളിച്ചാകുമ്പോൾ അവിടുന്ന് കണിയാണ്. പിന്നെ അത് കുറച്ചും കൂടി പ്രായമാകുമ്പോൾ പറണ്ടേക്കാട്ട് അമ്പലത്തിൽ പോയി കിടക്കും. അതിനപ്പുറം ശുഭപുരത്ത് അമ്പലത്തിൽ പോയി കിടക്കും. ഇങ്ങനെ ഒരു 7.5 വയസ്സ് വരെയുള്ള കാലത്ത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഉപനയനം വഴി സംഗതി മാറി. അച്ഛൻ്റെ കൂടെ ഈ 3 അമ്പലങ്ങളിൽ നിന്നും വിഷുക്കണി കണ്ടിട്ടുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. കാർഷിക ജീവിതമായിട്ടൊരു വളരെ ബന്ധമാണ്. വിഷു കഞ്ഞി ഉണ്ടല്ലോ വൈകുന്നേരം. ഉച്ചയ്ക്കൊരു ചെറിയ സദ്യ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കഞ്ഞിയാണ് വളരെ പ്രധാനം. 4 മണിക്ക്. പിന്നെ അന്ന് രാത്രി ഇവരൊന്നും കഴിക്കില്ല. ഒരു 4 മണിക്ക് വിഷുക്കഞ്ഞി. അത് വലിയ ആർഭാടായിട്ട് നാളികേർപ്പുള്ളൂ ശർക്കരയൊക്കെയാണ് അതിനുള്ള. കണ്ണിമാങ്ങ, ചുട്ട പപ്പടം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പയർ കൊണ്ടുള്ള പുഴുക്ക് പയർ മത്തങ്ങിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ പുഴുക്ക്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സമ്പ്രദായം. തൊഴുത്തിൽ ഓക്കാണ്ടി പശുക്കളെയൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഈ വീട്ടിൻ്റെ അകത്ത് നിന്ന് ഇത് കഴിഞ്ഞാൽ ഈ കണി വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയിട്ട് പ്രകൃതിയെ കൂടി കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൽ ഒന്നുകൂടി പറയാം, നവരത്ന മോതിരം ഉണ്ടാവും. അത് ഈ പശുവിനെയൊക്കെ കാണിക്കും. അവർക്ക് ഇതുപോലെ മനസ്സിലാവുമോ എന്നറിയും. നല്ല എടുത്തിങ്ങനെ കാണിക്കും. അവർക്കും നമ്മളെപ്പോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാ അനുഭവങ്ങൾക്കുമുള്ള ഒരു അർഹതയുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോലെ തന്നെയാണ് ഈ പശുവും, ഈക്വലാണെന്നുള്ള ഒരു ബോധമാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓണം വിളവെടുത്തതിന് ശേഷമുള്ള ആഘോഷം. എൻ്റെ കവിത മാത്രം പോരല്ലോ, നിങ്ങളുടെ 2 പേരുടെയും കവിത കൂടി അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. കാലത്തെ പറ്റി, കാലത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വിഷുവിനെ പറ്റി 2 പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ ഓരോ കവിത. കാലത്തെക്കുറിച്ച് ഒരു കവിത വായിക്കാനാണ് മഹാകവി ആവശ്യപ്പെട്ടത്. പക്ഷെ കാലമല്ലാത്ത ഒരു കാലത്തെ, നമ്മുടെ കാലത്തെക്കുറിച്ച്. ആശുപത്രി ജനൽപ്പാളി തുറക്കവേ ആശ്വാസവാക്കുമായി ബന്ധുവെപ്പോൾ അയൽത്തോട്ടത്തിലെ മുതുമുത്തിയാം മാവൊന്നു നീട്ടുന്നു പൂച്ചെണ്ട് നീണ്ടതൻ ശാഖയാൽ. ആശുപത്രി ജനൽപ്പാളി തുറക്കവേ ആശ്വാസവാക്കുമായി ബന്ധുവെപ്പോൾ അയൽത്തോട്ടത്തിലെ മുതുമുത്തിയാം മാവൊന്നു നീട്ടുന്നു പൂച്ചെണ്ട് നീണ്ടതൻ ശാഖയാൽ. കാലമകാലം ഇതു കന്നി എങ്കിലും ആവെന്തിതിങ്ങനെ പൂത്തുപോയി. ആയതും ഈ ഒരേ ചില്ലയിൽ മാത്രമായി, ആദ്യമായി കാരണമില്ലാത്ത കാര്യമായി, ചോദ്യമായി. കാലമകാലം ഇതു കന്നി എങ്കിലും ആവെന്തിതിങ്ങനെ പൂത്തുപോയി. ആയതും ഈ ഒരേ ചില്ലയിൽ മാത്രമായി, ആദ്യമായി കാരണമില്ലാത്ത കാര്യമായി, ചോദ്യമായി. നാളുതെറ്റിപ്പോയ കാര്യം ഒളിക്കുവാനാകാത്ത കന്യയെപ്പോൽ തലതാഴ്ത്തിയും 1000 ചോദ്യങ്ങളേറ്റു മുറിപ്പെട്ട മാനസം തന്നുടൽ തന്നിലെ പൂഴ്ത്തിയും. ആകെ പിഴച്ച് പരിഹാസ്യമായൊരു കാലം ഈ കൊമ്പത്തൊടുങ്ങുവാനെത്തിയോ. പാവം പിഴച്ചതീ മാവിനോ മണ്ണിനോ, ബോധം കെടുത്തിയോരെൻ്റെ മനസ്സിനോ. നാളുതെറ്റിപ്പോയ കാര്യം ഒളിക്കുവാനാകാത്ത കന്യയെപ്പോൽ തലതാഴ്ത്തിയും 1000 ചോദ്യങ്ങളേറ്റു മുറിപ്പെട്ട മാനസം തന്നുടൽ തന്നിലെ പൂഴ്ത്തിയും. ആകെ പിഴച്ചു പരിഹാസ്യമായൊരു കാലം ഈ കൊമ്പത്തൊടുങ്ങുവാനെത്തിയോ. പാവം പിഴച്ചതീ മാവിനോ മണ്ണിനോ, ബോധം കെടുത്തിയോരെൻ്റെ മനസ്സിനോ. നാളും തിഥികളും നോക്കാൻ അറിയാത്ത മാവുകൾക്കുണ്ടോ കലണ്ടർ. അതിനോട് വേരുമിലകളും വേവലും ചൊല്ലുന്നു നേരമായി പൂക്കുവാൻ, കായ്ക്കാൻ, പഴുക്കുവാൻ. നാളും തിഥികളും നോക്കാൻ അറിയാത്ത മാവുകൾക്കുണ്ടോ കലണ്ടർ. അതിനോടും വേരുമിലകളും വേവലും ചൊല്ലുന്നു നേരമായി പൂക്കുവാൻ, കായ്ക്കാൻ, പഴുക്കുവാൻ.
അല്ലല്ല നീ വിചാരിക്കുന്നതുപോലെയല്ല എന്നു കാറ്റത്തിളകുന്നു ചില്ലകൾ. എല്ലാറ്റിലും യുക്തി കാണുന്ന കണ്ണുകൾക്കില്ലാതെ പോയി ഉള്ളുകാട്ടുന്ന ദർശനം. തൊട്ടടുത്തുള്ള പ്രസവ വാർഡിൽ സദാ കുട്ടിക്കരച്ചിൽ മുഴങ്ങുന്നതും കേട്ടു പൊട്ടിത്തരിച്ചു നിൽക്കുമീ. തൊട്ടടുത്തുള്ള പ്രസവ വാർഡിൽ സദാ കുട്ടിക്കരച്ചിൽ മുഴങ്ങുന്നതും കേട്ടു പൊട്ടിത്തരിച്ചു നിൽക്കുന്നൊരേ അമ്മയ്ക്ക് പുഷ്പിക്കുവാൻ മറ്റു കാരണം വേണമോ? അല്ലല്ല നീ വിചാരിക്കുന്നതുപോലെയല്ലെന്ന് കാറ്റത്തിളകുന്നു ചില്ലകൾ. എല്ലാറ്റിലും യുക്തി കാണുന്ന കണ്ണുകൾക്കില്ലാതെ പോയി ഉള്ളുകാട്ടുന്ന ദർശനം. തൊട്ടടുത്തുള്ള പ്രസവ വാർഡിൽ സദാ കുട്ടിക്കരച്ചിൽ മുഴങ്ങുന്നതും കേട്ടു പൊട്ടിത്തരിച്ചു നിൽക്കുന്നൊരീ അമ്മയ്ക്ക് പുഷ്പിക്കുവാൻ മറ്റു കാരണം വേണമോ? മഹാകവി അക്കിത്തത്തിൻ്റെ വാക്കിൻ്റെ അനുഗ്രഹ ബലത്തിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ കവിത അവതരിപ്പിക്കാം. വിഷുക്കതിർ. വിണ്ടപാടത്തിൻ മീനപ്രളയപ്പൊരിച്ചിലിൽ മുണ്ടകൻ വയൽക്കരെ മഴനൂലിറങ്ങുമ്പോൾ. വിണ്ടപാടത്തിൻ മീനപ്രളയപ്പൊരിച്ചിലിൽ മുണ്ടകൻ വയൽക്കരെ മഴനൂലിറങ്ങുമ്പോൾ. പിന്നെയും മേടത്തിൻ്റെ സൂര്യസംക്രമത്തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിൻ്റെ വിഷുക്കതിർ. പിന്നെയും മേടത്തിൻ്റെ സൂര്യസംക്രമത്തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിൻ്റെ വിഷുക്കതിർ. ഞാനൊരു ശിശുവായി വിഷുക്കൈനീട്ടം തരാനാരുമില്ലാത്തോരെൻ്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ പൊൻകോടിയുടുക്കാതെ കാത്തിരിക്കുമാറുണ്ട് പുള്ളുവപ്പൊലിത്താളം. ഞാനൊരു ശിശുവായി വിഷുക്കൈനീട്ടം തരാനാരുമില്ലാത്തോരെൻ്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ പൊൻകോടിയുടുക്കാതെ കാത്തിരിക്കുമാറുണ്ട് പുള്ളുവപ്പൊലിത്താളം. ജീവന്റെ പൊടിപ്പുകൾ കാത്തിരിക്കുമീ മണ്ണിൻ ഞാറ്റുവേലപ്പാട്ടിൻ്റെ പൊരുൾ ഞാൻ അറിഞ്ഞില്ല. എനിക്കിനാ പാടങ്ങളിൽ വിത്തുണർത്തുവാൻ വരും കർഷക പക്ഷിക്കെത്ര വയസ്സെന്നറിഞ്ഞില്ല. ജീവന്റെ പൊടിപ്പുകൾ കാത്തിരിക്കുമീ മണ്ണിൻ ഞാറ്റുവേലപ്പാട്ടിൻ്റെ പൊരുൾ ഞാൻ അറിഞ്ഞില്ല. എനിക്കിനാ പാടങ്ങളിൽ വിത്തുണർത്തുവാൻ വരും കർഷക പക്ഷിക്കെത്ര വയസ്സെന്നറിഞ്ഞില്ല. എങ്കിലും കൃഷിവല സർഗവാസനകളിൽ എന്നിലൂടാരോ വീണ്ടും കലപ്പ വലിക്കുന്നു. എങ്കിലും കൃഷിവല സർഗവാസനകളിൽ എന്നിലൂടാരോ വീണ്ടും കലപ്പ വലിക്കുന്നു. വെന്തുരുകുമീ വേനൽ മണ്ണിൻ്റെ ഹൃദന്തത്തെ തങ്കമാക്കുന്നു. കാലം പൂക്കുന്നു കൊന്നക്കതിർ. വെന്തുരുകുമീ വേനൽ മണ്ണിൻ്റെ ഹൃദന്തത്തെ തങ്കമാക്കുന്നു. കാലം പൂക്കുന്നു കൊന്നക്കതിർ.